We'll start with the director Chidambaram sir. നല്ലൊരു കൈയടി കൊടുക്കാം. അദ്ദേഹത്തിന്റെ സ്നേഹവും ആദരവുമാണ്, തമിഴ്നാട്ടിലെ സ്നേഹവും ആദരവുമാണ്. ഐ തിങ്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ തമിഴ്നാട്ടിലും ഇതേപോലെ തന്നെ സ്വീകാര്യപ്പെട്ടു. പ്രൊഡ്യൂസർ സൗബിൻ ഷാഹിർ, ശ്രീരാഗ വിടല്ലേ, പൊന്നാട കൊടുത്തിട്ട് വിടൂ. നല്ലൊരു കൈയടി കൊടുക്കാം. ഐ തിങ്ക് ഇതിലെല്ലാ ആക്ടേഴ്സിനും okay, a great opportunity. I know Parva Films and producer Saubin, along with Babu Shahir and Sean Anthony. He's also one of the lead actors. Manjumal Boys' character. Of course, Shaiju Khalid, the best cinematographer ever, bringing Manjumal Boys' lives to life. And the casting director, Ellare cast edu except himself, and did a spectacular job. Thank you. Another idea for this wonderful team and more. Hellarku namaskaram. Manjumal Boys is my favorite film. One of my poolu paravatilla, it is my favorite film. It is a film I go back to. Enikku bhayangara oru therapy aanu ee cinema kannathu. Adonde I am very happy to be here today. Congratulations to the entire team. It is very personal. Bhayangara sandosham personal win aanu. Another feel ulla oru team aanu. They very good friends and it feels very personal and I'm very happy for them and I'm waiting for more from the entire team. So yeah, kudal varna formula ipo. And from Aparna Balapurli to Aparna Pudwal. Nalleru kaidu kodukam guys, come on. Auntie, you want to say something? Samsarikkan thonunno. Do you want to tell us as എന്തെങ്കിലും ഒരു രസമല്ല? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് രണ്ട് മക്കളും വർക്ക് ചെയ്ത മൂവി മാത്രമല്ല, കേരളമല്ല ലോകം മുഴുവനും അറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ആദ്യം തന്നെ ദൈവത്തിനാണ് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഈ സിനിമയുടെ അകത്തും പുറത്തും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ശ്രീ ബാബു ഷാഹിർ ആൻഡ് സൗബിൻ ഷാഹിർ ആൻഡ് ഷോൺ, ഒരുപാട് നന്ദി എല്ലാവർക്കും. മക്കളെ ഒരുപാട് സ്നേഹം, സന്തോഷം. Let me call them. Chidu, I'm going to take a quick picture on stage with your mom. Baba, naadikanda. Namele. We have all been victims of this shame. I know. Give them a loud round of applause, guys. I think all parents have a dream to have their kids experience success. Here's a testament to that. Thank you, guys. You can stay. There's a certificate also. Balu, friend welcome. എല്ലാവരും പിടിച്ചിട്ട് പറയാൻ പോണിയാണ്. താങ്ക് യു. ഇത് ശരിക്കും എല്ലാവരും വിളിച്ചു. ഓക്കെ, ആക്ച്വലി ഈ ഒരു ദിവസം ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച ദിവസം തുടങ്ങി നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന, ശരിക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചൊരു ദിവസമായിരുന്നു അത്. എന്താണ് അത് ശരിക്കും സാക്ഷാത്കരിച്ചു. താങ്ക് യു സോ മച്ച് ചിതു, സൗബി. ഇങ്ങനത്തെ ഒരു സിനിമ നിങ്ങൾ ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ മലയാള സിനിമയ്ക്ക് തന്നതിൽ, ആസ് എ ആക്ടർ ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ളൊരു അവസരം കൂടി കിട്ടിയതിൽ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ, കലക്കാൻ പറ്റട്ടെ. താങ്ക് യു. I think it's a very beautiful moment. Magane, Kamal, അവൻ തിരിഞ്ഞു വെക്കുന്നു. Kamal, മോനെ, yeah. Give him a loud round of applause. Thank you. Kamal, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിപ്പോൾ ഒരു വർഷം നമ്മൾ 22-ാം തീയതി പടം ഇറങ്ങി, അതിൻ്റെ സെയിം ഡേറ്റ് തന്നെ അതിന് മുമ്പും ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ കാര്യങ്ങളാൽ അത് നീണ്ടു പോയി. എല്ലാവരും അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നത്. പിന്നെ വലിയൊരു ഫംഗ്ഷൻ നടത്തുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം ഇങ്ങനെ നമ്മൾ ഇവിടെ വരെ എത്തിച്ചത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ കുറേ എന്താ പറയുക, സന്തോഷങ്ങളും സങ്കടങ്ങളും നിറച്ചു തന്ന ഒരു മൂവിയും കൂടിയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് നിന്നാലും അതിൻ്റെ മേലിൽ എപ്പോഴും നന്മയുണ്ടാവും തോന്നിയതുകൊണ്ട് മാത്രം
ഈ മഞ്ഞുമൽ ബോയ്സ് ഇപ്പോഴും നമ്മളെ കേരളത്തിലെ ഏറ്റവും നല്ല ചിത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷം. എല്ലാത്തിൻ്റെ മേളിലും ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പിന്നെ വാപ്പ, ബാബു ഷാഹിർ, ഡാഡി, മമ്മി, വൈഫ് ജാമ്യ, സോയി, ഒറാൻ എല്ലാവരും ആ സമയത്ത് എൻ്റെ കൂടെ നല്ല ഒരു എന്താ പറയുക പ്രാർത്ഥനയോട് കൂടെ നിന്നിട്ട് മാത്രം ഈ പടം എൻ്റെ എന്താ പറയുക സുഹൃത്തുക്കളുടെ ഫാമിലി എല്ലാവരും കൂടി നല്ല രീതിയിൽ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിയത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. രാജൻ ചാലിശ്ശേരി. വളരെ സന്തോഷം. കുറേ കാലമായിട്ട് സിനിമയിലുണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ മാറ്റിമറിച്ച ഒരു സിനിമ എന്ന് പറയാം. വളരെ സന്തോഷം. ഒരു ആർട്ട് ഡയറക്ടർക്ക് ശരിക്ക് അവർക്ക് ചെയ്യുന്ന ഒരു വർക്കാണ് ശരിക്കും ഇത്. കുറേ വർക്ക് ചെയ്തൊരു കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എനിക്കങ്ങനെ തോന്നി. ഇപ്പം ഇന്നലെ ഇറങ്ങിയ ഒരു മേക്കിംഗ് വീഡിയോ കൂടി വന്നപ്പോൾ ശരിക്കും അതെനിക്കൊരു മൊമെന്റുമായി. അവാർഡുകൾക്ക് അപ്പുറത്തുള്ള ഒരു സാധനമാണ്. പിന്നെ അത്രയും ആളുകൾ നമ്മളത് നമ്മുടെ വർക്കിനെ തിരിച്ചറിയുന്നുണ്ട്. അത് വളരെ സന്തോഷം. ഇനിയും മലയാളത്തിൽ ഇങ്ങനെ ആർട്ട് ഡയറക്ടറുടെ വർക്കുകളൊക്കെ അറിയാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. അതിലത്തെ ഒരു പാർട്ടാണ് ഞാനും. എന്തായാലും വളരെ സന്തോഷം. ചിദംബരം, സൗബിൻ, എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ഷൈജുക്ക, സുഷി, ഞങ്ങളങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല. എന്തായാലും വലിയൊരു ഇതിലേക്ക് ഒപ്പം ഞാൻ നിന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഇത് ആക്ടിങ് രണ്ടെണ്ണം കിട്ടി. വളരെ സന്തോഷം. താങ്ക് യു കമൽ സാർ. മഞ്ഞുമൽ എന്ന ജേണി ആക്ച്വലി ഒരു പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി റിലീസ് വരെ എനിക്ക് ഒന്ന് 2 വർഷത്തെ ഒരു ജേണി ആയിരുന്നു നമ്മുടെ. റിലീസ് വരെ 3 അല്ലേ? അപ്പം സോ സ്പെഷ്യൽ. ഇതിൻ്റെ അകത്തും പുറത്തും എല്ലായിടത്തും പ്രവർത്തിച്ച എല്ലാ ആൾക്കാർക്കും വളരെ നന്ദി. നിങ്ങളുടെ പാഷനും ലവുമാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. ഇറ്റ്സ് വെരി പേഴ്സണൽ. താങ്ക് യു everyone. You could share your happiness with us. നമസ്കാരം. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ ആഘോഷവേളയിലാണ് നമ്മളെല്ലാവരും. ഈ സിനിമയുടെ വിജയത്തിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇത് ബാബു ഷാഹിറിൻ്റെ സിനിമയാണ് എന്നുള്ളതാണ്. കാരണം ബാബുവും ഞാനും 40-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് ഫാസിലിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്ത ആൾക്കാരാണ്. ബാബു പിന്നെ പ്രൊഡക്ഷനിലേക്കും പ്രൊഡക്ഷൻ കൺട്രോളായിട്ടൊക്കെ വർക്ക് ചെയ്ത് വീണ്ടും പ്രൊഡ്യൂസറായി എത്തിയിരിക്കുന്നു. ഈ ഒരു വലിയ വിജയം അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സ്പെഷ്യലാണ്. മറ്റൊരു വളരെ പേഴ്സണലായിട്ടുള്ള ഒരു സന്തോഷം ഈ സിനിമ ഗുണയെ നമ്മുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുള്ളതാണ്. ഗുണ സംവിധാനം ചെയ്യാനുള്ള അവസരം എന്നിലാണ് ആദ്യം എത്തിയത്. പക്ഷേ അത് സംഭവിക്കാതെ പോയി. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളുടെ അവസാന ഘട്ടം വരെ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് എൻ്റെ മറ്റ് കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ ഇടയിൽ ഈ സിനിമ ചെയ്യാൻ കഴിയാതെ പോയി. അതൊരു വലിയ നഷ്ടമായിട്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. വീണ്ടും ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം ഗുണ അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് വന്ന് പുതിയ തലമുറ അത് വീണ്ടും കാണാൻ ആഗ്രഹിച്ചതിന് കാരണമായ ഈ സിനിമയുടെ വിജയവും എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഈ ടീമിന് മൊത്തം ചിദംബരവും സൗബിനും ഷൈജുവും ഉൾപ്പെടെയുള്ള എൻ്റെ ടീമിന് ഇതിൽ അഭിനയിച്ച ഓരോ വ്യക്തികൾക്കും എന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നന്ദി. Thank you so much. അതെനിക്കൊരു പ്ലസന്റ് സർപ്രൈസ് ആയിരുന്നു. ഐ ഡിഡ്ന്റ് നോ അബൌട്ട് ഇറ്റ്. ഗുണ came to you, but hey, കറങ്ങി തിരിഞ്ഞ സാറിന് ഗുണയായിട്ട് എന്തോ കണക്ഷൻ ഉള്ള പോലെയാണല്ലേ all the time. വിനുകൃഷ്ണൻ sir, thank you for joining us. And എന്താണ് ഈ അവസരത്തിൽ മഞ്ഞുമൽ ബോയ്സ് ആൻഡ് കുറച്ച് ഗേൾസ് എടുത്ത് പറയാനുള്ളത്? നമസ്കാരം. മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ഭൂപടത്തിൻ്റെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിച്ച സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സിന് പുറകിൽ പ്രവർത്തിച്ച മുമ്പിൽ പ്രവർത്തിച്ച എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. കാരണം മഞ്ഞുമൽ ബോയ്സ് ആണ് ഇന്ന് മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്ക്. പിന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യം, ഞാനിവിടെ നോക്കിയപ്പോൾ രാകേഷുണ്ട്, അനിലുണ്ട്, തിയേറ്റർ ഉടമകളുണ്ട്, ആക്ടേഴ്സുണ്ട്, സാങ്കേതിക പ്രവർത്തകരുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു മലയാള സിനിമയുടെ കാലാവസ്ഥയിൽ നമുക്ക്
നമ്മളുടെ ഇടയിലെ ഹാർമണി വീണ്ടെടുക്കാനുള്ള ഒരു അവസരമായിട്ട് കൂടി ഞാൻ ഈ വിജയാഘോഷത്തെ കാണുന്നു. ഇതുപോലുള്ള വലിയ വിജയങ്ങൾ മലയാള സിനിമയ്ക്ക് ഉണ്ടാകട്ടെ. ഇതിൻ്റെ മുമ്പിലും പുറകിലും പ്രവർത്തിച്ചവരെല്ലാം ഏറെ പ്രിയപ്പെട്ടവരാണ്. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ആളാണ് സൗബിനും സൗബിൻ്റെ പിതാവുമാണ് ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് മലയാള സിനിമയിലെ ഏറ്റവും പ്രതിഭാധനായ ഡയറക്ടർമാർ എണ്ണം പറഞ്ഞ 2-3 പേർ പുതിയ ആളുകളെ പറ്റി പറയാൻ പറഞ്ഞാൽ അതിലെ ആദ്യ പേരുകാരിൽ ഒരാളാണ് ചിദംബരം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനാണ് ചിദംബരം. ഏറ്റവും പ്രിയപ്പെട്ട ഛായാഗ്രഹകനാണ് ഷൈജു ഖാലി. അതുപോലെ അജയൻ ചാലിശ്ശേരി, വിവേക് ഹർഷൻ, സുഷിൻ, ഇങ്ങനെ പ്രതിഭകൾ എല്ലാം ഒന്നു ചേർന്നപ്പോൾ മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയുടെ ലോക സിനിമയുടെ മുമ്പിൽ നിവർന്നു നിൽക്കാനുള്ള ഒരു സിനിമയാണ് നമുക്ക് കിട്ടിയത്. നിങ്ങൾ ഇനിയും നിങ്ങളുടെ വിജയം ആവർത്തിച്ച് ഇതുപോലുള്ള വിജയാഘോഷങ്ങളിലേക്ക് ഞങ്ങൾക്ക് ഇനിയും വരാനും നിങ്ങളെ കാണാനും ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ബ്ലോക്ക് ബസ്റ്റർ ചിത്രം, മലയാളത്തിനൊരു അഭിമാനം, അതിൻ്റെ ഒരു മുഖചിത്രം മാറ്റിയൊരു ഒരു സിനിമ, അതിൻ്റെ 1 year സെലിബ്രേഷനിലിരിക്കുമ്പം എന്താണ് കമൽ സാർ എന്ന സംവിധായകനും കമൽ സാർ എന്ന ഇവർക്കൊക്കെയുള്ള ഒരു ഗുരുവാണെന്ന് എനിക്കറിയാം പറയാൻ തോന്നുന്നത്. സാർ, ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമേ തന്നെ ഇതിൻ്റെ കൂടെയുള്ള മഞ്ഞുമൽ ബോയ്സിൻ്റെ എല്ലാ ടീമിനും എൻ്റെ എല്ലാ കൺഗ്രാജുലേഷൻസ്. എനിക്ക് സത്യത്തിൽ വളരെ വൈകാരികമായിട്ട് ബന്ധമുള്ള ഒരു ടീമാണ്. ആദ്യം തന്നെ പറയേണ്ടത് ബാബു ഷായർ. ബാബു എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല. ബാബുവിൻ്റെ വൈഫുണ്ട് സൗദ. ഞങ്ങൾ കുടുംബക്കാരെന്നുള്ള രീതിയിലുള്ള ബന്ധമാണ് അന്ന് തുടങ്ങിയതാണ്. പിന്നെ സിനിമയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ ബാബു ഞാൻ ഒരുമിച്ചുണ്ട്. ഫാസിലിൻ്റെ കൂടെ പല രീതിയിൽ. കാക്കോതികാവിലെ അപ്പൂപ്പന്താടികൾ എന്ന് പറയുന്ന പടം ഫാസിൽ തിരക്കഥ എഴുതി നിർമ്മിച്ച സിനിമയാണ്. ആ സിനിമ ചെയ്യുമ്പോൾ ബാബു ആയിരുന്നു കൂടി ഉണ്ടായിരുന്നത്. ആ ദിവസങ്ങൾ എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം ബാബു ഫാസിലിനെ സംബന്ധിച്ചോളം അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഫാസിലിൻ്റെ ഒരു മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. പിന്നീട് നമുക്കറിയാം ആ ജേണി എവിടെ വരെ എത്തിയത്. എന്തായാലും ബാബു, അതുപോലെ തന്നെ സൗബിൻ. ബാബു ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, അത് ഡയറക്റ്റ് ചെയ്തത് ഞാനാണ്. അതറിയാലോ, പച്ചക്കുതിര, ദിലീപ് അഭിനയിച്ച സിനിമ. അതിൽ സൗബിൻ എൻ്റെ കൂടെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധമുണ്ട്. ഓഫ് കോഴ്സ് ചിദംബരം, ഗണപതി, അവരെ എനിക്ക് സത്യത്തിൽ നേരത്തെ പരിചയമില്ല. പക്ഷെ അവരുടെ ഫാദറിനെ എനിക്കറിയാം. അങ്ങനെ ഒരുപാട് ബന്ധമുണ്ട്. ഈ സിനിമ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പോരാ. നേരത്തെ ബി ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ്. മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സിന് മുമ്പും പിമ്പും എന്നുള്ള രീതിയിലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ലോകം മുഴുവൻ അംഗീകരിക്കുന്നത്. നമുക്കറിയാം മലയാളത്തിൽ ഇതിനു മുമ്പ് വലിയ ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷേ മഞ്ഞുമൽ ബോയ്സിന് ശേഷമാണ് മലയാള സിനിമയെ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് സത്യത്തിലൊരു വലിയൊരു സന്തോഷമാണ്. ഈ ടീമിൻ്റെ ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് പറയുന്നത് അതാണ്. സക്സസ് മാത്രമല്ല, ഈ ടീം നമുക്ക് മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാണ്. അത് മലയാള സിനിമയെ ലോകത്തിൻ്റെ നിറയിൽ എത്തിച്ചു എന്നുള്ളതാണ്. ഇന്ന് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തിലുള്ള എല്ലാ പ്രേക്ഷകരും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. ഇതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്, അത്ഭുതമാണ് സത്യത്തിൽ ആ സിനിമ. ഈ വാർത്ത, അതായത് മഞ്ഞുമൽ ബോയ്സ് ഇങ്ങനെ ഈ ഒറിജിനലായിട്ടുള്ള ആൾക്കാർ ഇതേപോലെ ഈ ഗുണ കേവിൽ പോയിട്ട് അപകടം പറ്റിയ കാര്യവും രക്ഷപ്പെട്ട കാര്യമൊക്കെ അന്ന് പത്രത്തിൽ വായിച്ചിട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര്, ഞാൻ ഗുണ കേവിൽ കാണാനൊക്കെ പോയിട്ടുള്ള ആളാണ്, അവിടെ എങ്ങനെയാലും ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും എത്താൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, നമ്മളൊന്ന് അലോ ചെയ്തില്ലായിരുന്നു. പക്ഷെ അവിടെ പോയി രക്ഷപ്പെട്ട ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാനായിട്ട് ഇവർ കാണിച്ച അത് ഒരു സർവൈവൽ മൂവി എന്നുള്ള രീതിയിൽ മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു ഏറ്റവും മികച്ച സിനിമ തന്നെയാണ്. അതിനു വേണ്ടി പുറകിൽ ഇവരുടെ എഫേർട്ട് എല്ലാവരെയും, എസ്പെഷ്യലി ചിദംബരം, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തന്നെ ജാനവൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ്. ഇനിയും വലിയ മലയാളത്തിലെ മികച്ച സിനിമകൾ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ തിരക്കഥ, മനോഹരമായ തിരക്കഥയാണ്. എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മേക്കിങ്ങിനോടൊപ്പം തന്നെ ഒരു നല്ല തിരക്കഥയില്ലാതെ ഇതുപോലെ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ തിരക്കഥയ്ക്കും വലിയ സന്തോഷം. അതുപോലെ സിനിമാറ്റോഗ്രാഫർ ഷൈജു കാലിത്ത്, അദ്ദേഹം നമുക്കറിയാം വണ്ടർഫുൾ സിനിമകൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ്, ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ അതിൻ്റെ എല്ലാ ടീമും, ഇപ്പോൾ
പ്രൊഡക്ഷൻ ഡിസൈനർ, മ്യൂസിക് ഡയറക്ടർ സുഷിൻ, ഓഫ് കോഴ്സ്, കാരണം ആ സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. അതുപോലെ തന്നെ ആർട്ട് ഡയറക്ഷൻ, എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും ഞാൻ ഇതിൽ അഭിനന്ദിക്കണം. ഒപ്പം ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ, സൗബിൻ ഓഫ് കോഴ്സ്, സൗബിൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ നമുക്കറിയാം, വളരെ റിസ്ക് എടുത്ത് അതിമനോഹരമായിട്ട് സൗബിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനാഥ് ബാസി, ആ കുട്ടേട്ട എന്ന് പറയുന്ന ആദ്യത്തെ ട്രെയിലറിൽ വന്നിട്ടുള്ള ആ ഒരു കരച്ചിലെ നമുക്ക് ആ സിനിമയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ശ്രീനാഥ് ബാസി. അതുപോലെ ടീം ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിനെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഫുൾ ടീം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി വലിയ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ വന്നു, പക്ഷെ അതിലെനിക്ക് യാതൊരു വിഷമവുമില്ല, കാരണം ഈ ടീമിൻ്റെ ഭാഗമാണ് ഞാൻ മനസ്സുകൊണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. താങ്ക് യു ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ബാബു ഷാഹിദ്, ഹാറ്റ്സ് ഓഫ്. Thank you so much, Vishnu. Definitely certificate കൂടെ വാങ്ങിച്ച ശേഷം give him a loud round of applause, guys. താങ്ക് യു. ഇങ്ങനൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റ് ചെയ്ത് കൂടെ നിർത്തി ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്ന ചിതുവിനും സൗഭികനും പിന്നെ നമ്മുടെ ഗണപതിക്കും ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക്സ് സോ മച്ച്. പിന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ബാക്കി എല്ലാവർക്കും വീണ്ടും വരും. താങ്ക് യു. All the best. Continue. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണല്ലോ. ചിദംബരം പ്ലീസ് കം. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ചിദംബരത്തിൻ്റെ അവാർഡിന് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് മൊമെൻറ്റ്. ഓക്കെ. Yes, ladies and gentlemen, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ഈ സിനിമ രചന മുതൽ സംവിധാനം വരെ അതിൻ്റെ തുടക്കം മുതൽ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന നിലയിൽ നിങ്ങൾ എല്ലാവരെയും ഇത്രയും വർഷം ഒരുമിച്ച് കൊണ്ടുപോകും. ഇപ്പോൾ ഇതാ അതിന്റെ 1 year സെലിബ്രേഷൻ നീണ്ടു നിൽക്കുന്നു. Let's give it up for the director of മഞ്ഞുമൽ ബോയ്സ്, ചിദംബരം. Congratulations. This is your moment. This was your dream. It was one hell of a dream. The highest grossing film in Malayalam cinema. The benchmark which makes this amazing for you. Thank you. First of all, thank you Kamal sir, thank you Ranjini, and thanks everyone for being here. എല്ലാവരും പറഞ്ഞ പോലെ സിനിമ ഒരു നീണ്ട ഒരു യാത്രയായിരുന്നു ഇത്. 2022 നമ്മൾ എഴുത്തു തുടങ്ങി, 23 ഷൂട്ട് തുടങ്ങി, 24 റിലീസ് ചെയ്തു, ഇതാ 25 ട്രോഫി കൊടുക്കുന്നു. സോ ഇതിൽ ഫസ്റ്റ് എനിക്ക് നന്ദി പറയാനുള്ളത് പ്രേക്ഷകരോടാണ്. സോ ഇത്രയും ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥ ഭയങ്കര സാധാരണ രീതിയിൽ ഞാൻ അവർ അനുഭവിച്ചത് അത് ഒട്ടും ചോരാതെ സ്ക്രീനിൽ കാണിക്കാൻ ശ്രമിച്ചു, അത്രേ ഞാനിതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പം ആ സിനിമ അവരുടെ സുഹൃത്ബന്ധം ഏറ്റെടുത്ത് അത് വിജയമായ പ്രേക്ഷകർക്ക് ആദ്യം നന്ദി. ദെൻ സെക്കൻഡ് മൈ പ്രൊഡ്യൂസർ. ഒരു ഭ്രാന്തനായ പ്രൊഡ്യൂസറെ കിട്ടിയാൽ എനിക്ക് വളരെ നന്ദിയുണ്ട്, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ സൗഭിക ആ സീൻ അത് കുറച്ച് ചിലവാകും, അത് വേണോ എന്ന് ചോദിക്കുമ്പം അത് എന്തായാലും അത് വേണം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ്. ഒന്നും കുറയ്ക്കാൻ പറഞ്ഞിട്ടില്ല, എല്ലാം കൂട്ടാനേ പറഞ്ഞിട്ടുള്ളൂ. സോ താങ്ക് യു ഫോർ ദാറ്റ് സൗബിൻ, ഷോൺ ആൻഡ് ബാബു ഷായർ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഫാമിലി ഓൺലി. ജാമിയ is a good friend and Basi and everyone is family social. So എനിക്ക് ഇതിൽ ഏറ്റവും പ്രൗഡായിട്ടുള്ളത് I made this movie with my friends and family and all the boys who have acted as Manjumal boys in the film. Thank you for bearing me and thank you for standing with me, and Sushin, my cinematographer and editor, every department. Sorry if I miss anyone, and the production design. And എല്ലാവർക്കും നന്ദി പറയേണ്ട ആവശ്യമുണ്ടെന്ന് അറിയില്ല, because I know they will deliver and they have delivered, and thank you.